ഇന്നലെ പറഞ്ഞത് അവർ എന്നെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് വരികയും എന്നെ കണ്ട് CPM-ലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അത് നിരസിച്ചു. അത് അവിടെ വെച്ച് തീർന്നുവെന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം മറ്റൊരു സ്റ്റോറിയായിട്ടാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞതിനെല്ലാം മറുപടി പറയാൻ KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ തയ്യാറല്ല. പിന്നീട് എന്നെപ്പറ്റി അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് അതിൻ്റെ അകത്തൊരു തീരുമാനം എടുക്കും. അതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, അത് എന്താണെന്നുള്ളത് നോക്കട്ടെ, സമയമാവട്ടെ. അത് ഈ പറഞ്ഞ ആളുടെ ക്രെഡിബിലിറ്റി വലിയ പ്രശ്നമാണല്ലോ. കാരണം ഇന്നലെ ഒന്ന് പറയുന്നു, ഇന്ന് മറ്റൊന്ന് പറയുന്നു. അദ്ദേഹം എന്തിനാണ് എൻ്റെ പുറകെ നടന്ന് ഇത് പറയുന്നത് എന്നുള്ളതിൻ്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ഇനി അദ്ദേഹത്തിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ, അദ്ദേഹം എന്തിനു പറയുന്നു, ഇതൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യമാണ്. ഇതെന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യമെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാകട്ടെ. ഇത് 25,000 വോട്ടിന് തൃക്കാക്കരയിൽ വിജയിച്ച കോൺഗ്രസ് എന്ന പാർട്ടിയെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. അതൊക്കെ CPM-നെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അതിന് പിന്നെ ഒരു ഇടനില നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവിനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിക്കോ അനുകൂലമായിട്ട് ഈ പറയുന്ന ആൾ സംസാരിക്കില്ലല്ലോ. അത് തീർച്ചയായിട്ടും മറ്റാർക്കോ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതെന്താണെന്ന് നോക്കട്ടെ, വരും ദിവസങ്ങളിൽ. അതെ, ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും.